ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അദ്ദേഹം ഈ അധികാരം വിട്ട് ഒഴിയുന്നതാണ് ഭരണഘടനയോട് കൂറ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ ചെയ്യേണ്ടതായ ആദ്യത്തെ കാര്യം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എന്ന് മാത്രമല്ല യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ജിഹ്വയായി അത്തരത്തിൽ മാറുക എന്നുള്ളത് അത് ഭരണഘടനയെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ഇംപീച്ച്മെൻറ്റ് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാങ്കേതികത്വത്തിലേക്കല്ല പോകേണ്ടത്. ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ തന്നെ രാഷ്ട്രീയം പറയുന്ന ഈ കാലത്ത് അങ്ങും നേരിട്ട് തന്നെ രാഷ്ട്രീയം പറയണം. അങ്ങ് വല്ലാതെ വളച്ചു പറയുന്നുണ്ടായിരുന്നു, ഞാൻ CPM അല്ലാതെ രാഷ്ട്രീയ നിലപാടല്ലാതെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ. ഇന്ത്യൻ പൗരനാണ് ഏറ്റവും വലിയ രാഷ്ട്രീയമുള്ളത്. ഇന്ത്യൻ പൗരൻ എന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം പറയേണ്ടത്. അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് പോവല്ല. ശ്രീ സമ്പത്ത്, ഇവിടുത്തെ പ്രശ്നം ഒരു സെക്കൻഡ്. ഇവിടെ ഉപരാഷ്ട്രപതിക്കെതിരെ ഒരു ഇംപീച്ച്മെന്റ് നീക്കം വരുമ്പോൾ അയാൾ എത്രമാത്രം ദുർബലനായി എന്നത് നാം കണ്ടതാണ്, അല്ലേ? അത് വിജയപ്രദമാകുമായിരുന്നില്ല, പക്ഷേ അയാൾ ദുർബലനാണെന്ന് നാം കണ്ടതാണ്. ഒരു ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ ഒരു ഇംപീച്ച്മെന്റ് നീക്കം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ എങ്ങനെയൊക്കെ പ്രതിരോധത്തിലായി, സുപ്രീം കോടതി വരെ പോയി എന്തൊക്കെ പടവെട്ടിയെന്ന് നമ്മുടെ മുന്നിലുള്ളതാണ്, അല്ലേ? ഇതേ ധൻഖറിനെ പുറത്താക്കാൻ വേണ്ടി ഒരു ഭരണപക്ഷത്ത് നിന്ന് തന്നെ വേണമെങ്കിൽ ഒരു ഇംപീച്ച്മെന്റ് നീക്കം ഉണ്ടാകുമെന്ന ആശങ്ക ഇവിടെ വിത്ത് വിതറിയത് BJP, അല്ലേ? ആ നീക്കങ്ങൾ എങ്ങനെയൊക്കെ നടന്നു അകത്തളങ്ങളിൽ എന്ന് നാം കണ്ടതാണ്. അപ്പോൾ ഈ ഉദാഹരിച്ച രണ്ടുപേരും, ധൻഖർ ആയാലും വർമ്മയായാലും, അവർ രണ്ടുപേരും പ്രതിരോധത്തിലാണ്, അല്ലേ? എന്നാൽ ജ്ഞാനേഷ് കുമാർ പ്രതിരോധത്തിലല്ല എന്ന് പറയാൻ കഴിയുമോ? ഇത് വിജയിക്കുമോ വിജയിക്കാതിരിക്കുകയോ? അയാളെ എല്ലാ തരത്തിലും അയാളുടെ നിയമപരമായ ഭരണഘടനാപരമായ പദവിയിൽ അയാളുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ 300 MP അണിനിരന്നിട്ടുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കുന്നത് തന്നെയല്ലേ ശ്രീ സമ്പത്ത്? വേണോ? പരിപൂർണ നഗ്നനായി മഹാരാജാവ് തിരുമനസ് അങ്ങനെ തെരുവിൽ നിൽക്കുകയും തൻ്റെ ശരീരത്തിൽ ആലേപനം ചെയ്തിട്ടുള്ളത് ചന്ദനമാണെന്ന് സ്വയം വിശ്വസിച്ച് തൻ്റേതായിട്ടുള്ള വിസർജ്യങ്ങളെ അത്തരത്തിൽ ലേപനം ചെയ്തുകൊണ്ട് നിൽക്കുകയും അങ്ങനെ ഒരു മഹാരാജാവ് നഗ്നനാണ് എന്നും അങ്ങ് ഈ ലേപനം ചെയ്തിട്ടുള്ളതൊന്നും ചന്ദനമല്ല എന്നും വല്ലാതെ ദുർഗന്ധം വമിക്കുന്നതാണ് എന്നും ഏതെങ്കിലും കുട്ടി വിളിച്ചു പറഞ്ഞാൽ ആ കുട്ടിയെ വല്ലാതെ ശകാരിക്കുന്നതായ പഴയ കഥ ഓർമ്മയുണ്ടല്ലോ. ആ കുട്ടിയെ തടങ്കലിലാക്കാനായി അങ്ങനെ തൻ്റെ ഭടന്മാരോട് ഉത്തരവിട്ടതായ മഹാരാജാവിൻ്റെ കഥ ഓർമ്മയുണ്ടല്ലോ. ആ കുട്ടി പറഞ്ഞത് ശരിയാണ് എന്നുള്ളതുപോലെ ഇന്ത്യയിൽ ഇന്ന് ഗലി ഗലി മീൻ കഹത്തി ഹേ എന്താ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. ചൗക്കീദാർ ചോർ ഹേ എന്ന് മാത്രമല്ല പറയുന്നത്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം അട്ടിമറിക്കുക എന്നുള്ളതിന് ഇപ്പോൾ ഈ സമീപകാലത്ത് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പറയുന്ന കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പുതിയ വാർത്താക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ NDAയുടെ ഭാഗമായി ചേരുന്നില്ല, പുറത്തുനിന്ന് പിന്തുണ കൊടുക്കാനാണ് തീരുമാനം എന്ന് പറയുന്ന നിലയിലേക്ക്. സത്യം അതല്ലേ വേണു? ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം സത്യസന്ധവും സുതാര്യവുമായി നിഷ്പക്ഷമായി നീതിപൂർവമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കണം. ഭരണഘടന നൽകിയതായ ഉത്തരവാദിത്വം ആ ചുമതല നിർവഹിക്കണം. ഇത് എല്ലാം ഞങ്ങളൊന്നും നൽകില്ല. നിങ്ങൾ എന്തെങ്കിലും പറയുന്നുവെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ അഫിഡാവിറ്റ് നൽകണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയല്ല. ഞാനൊരു വക്കീലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയല്ല. ഇല്ലാത്ത അധികാരമുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വല്ലാതെ അങ്ങ് നെഗളിക്കരുത്. ഇവിടെ സുപ്രീം കോടതിക്കുള്ള അധികാരവും അതുപോലെ ഹൈക്കോടതികൾക്കുള്ള അധികാരവും അതിൻ്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷനുണ്ട്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുകയാണ് 1 കോടിയിലധികം ഉദ്യോഗസ്ഥന്മാരും പിന്നെ ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരുപാട് ഇത്തരത്തിൽ താഴെ തലം വരെയുള്ള സംവിധാനങ്ങളും എല്ലാം ഉണ്ട് എന്ന് പറയുന്നവർ രാഷ്ട്രീയ പാർട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്ന്. പാത്തു നിന്നവന് 10 പണം പിഴ എന്ന് ഞങ്ങൾ തിരുവിതാംകൂറുകാർ പറയുന്നത് പോലെ ഇത് കണ്ടുപിടിക്കപ്പെട്ടാൽ അത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടാൽ അവരെ ശകാരിക്കുകയും ഭത്സിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിലെ വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ കുത്തനെയുള്ള വർധനവിനെ സംബന്ധിച്ച് ആർക്കും ഒന്നും മനസ്സിലായില്ല എന്നാണ് എങ്കിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതിൻ്റെ അർത്ഥം ഇവിടെ അച്ഛൻ പത്തായത്തിലും ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്.